ഛോട്ടാ മുംബൈ മോഹൻലാലിൻ്റെ ഈ ഒരു ചിത്രം റീ റിലീസിനെത്തിയപ്പോൾ അധികം ആരും അറിഞ്ഞില്ല. പക്ഷേ ആദ്യ ദിനം കഴിയുമ്പോൾ സിനിമ അതിഗംഭീരമായി കുതിച്ച് ഉയരുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ആദ്യ ദിനം വെറും 250 ഷോകളിൽ തുടങ്ങിയെങ്കിൽ ഇന്ന് 300-ന് മുകളിലുള്ള ഷോകളായി ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആദ്യ ദിനം മികച്ച രീതിയിലുള്ള കളക്ഷനുമായി ഹൗസ്ഫുൾ ഷോസ് തരംഗമായി സിനിമ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ആദ്യ ദിനത്തെ കളക്ഷനായി പുറത്തു വന്നിരിക്കുന്നത് 45 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ 45,60,60,000 രൂപയാണ് വന്നിരിക്കുന്നത്. അതെ, ദേവദൂതൻ ആദ്യമായി നേടിയത് അല്ലെങ്കിൽ റീ റിലീസുകളിൽ വന്ന് 5,42,00,000 രൂപ നേടി ബോക്സ് ഓഫീസിൽ തരംഗമായി മാറിയപ്പോൾ സ്ഫടികം വന്ന് 4,95,00,000 രൂപയാണ് നേടിയത്. മണിച്ചിത്രത്താഴ് 4,63,00,000 രൂപ നേടിയപ്പോൾ ഛോട്ടാ മുംബൈ ഇതിന് മുകളിലേക്ക് പോകുന്ന ട്രെൻഡിങ്ങിലാണ് ഇന്ന് നിൽക്കുന്നത്. തലയുടെ വിളയാട്ടം കാണാൻ ജനങ്ങൾ ഇടിച്ചു കയറുന്നു. ഇന്ന് ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും രാവിലെ തൊട്ട് തന്നെ ഹൗസ്ഫുൾ. ഇതൊരു റീ റിലീസ് ചിത്രമാണ്. നീണ്ട 15 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു ചിത്രം ഇന്ന് ഇത്രത്തോളം ഗംഭീരമാക്കണമെങ്കിൽ ഇന്ന് എത്രത്തോളം ദാരിദ്ര്യമാണ് മലയാള സിനിമയിൽ കോമഡിക്ക് എന്നുള്ളത് ഉറപ്പിച്ചു തരികയാണ്. അതെ, ഈ ഒരു ടീമിൻ്റെ അഴിഞ്ഞാട്ടം അക്ഷരാർത്ഥത്തിൽ ഓരോ പ്രേക്ഷകനും ഇഷ്ടപ്പെടുന്ന കാര്യം തന്നെയാണ്. ഇന്ന് കോമഡി എന്ന് പറഞ്ഞിറങ്ങുന്ന പല സിനിമകളും ബുദ്ധിമുട്ടിച്ചിരിക്കേണ്ട അവസ്ഥ വരുന്ന സിനിമകളുടെ പട്ടികയിൽ വരുന്നതാണ്. എന്താണേലും അതിനൊക്കെ ഒരു മാറ്റം വരുത്തുകയാണ് മോഹൻലാലിൻ്റെ ഈ ഒരു ചിത്രം. അതായത് 15 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ആ ഒരു സിനിമയ്ക്കുള്ള ഫ്രഷ്നെസ് നമുക്ക് മനസ്സിലാകുന്നത് വീണ്ടും അത് റീ റിലീസിന് എത്തുമ്പോൾ തന്നെയാണ്. ഗംഭീരം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അൻവർ റഷീദിൽ നിന്ന് വന്ന ഈ ഒരു ചിത്രം ആ ഒരു കാലഘട്ടത്തിൽ പോലും സൂപ്പർ മെഗാ ഹിറ്റിലടിച്ച സിനിമയാണെങ്കിൽ വീണ്ടും അത് ഒരു ബ്ലോക്ക് ബസ്റ്റർ മെഗാ ഹിറ്റിലേക്ക് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ആദ്യ മണിക്കൂറുകളിൽ സിനിമയ്ക്ക് ലഭിച്ചത് മികച്ച പിന്തുണയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഏകദേശം പ്രീസെയിലൂടെ മാത്രം 16 ലക്ഷം രൂപ വരുന്നു. പിന്നീട് ആദ്യ മണിക്കൂറിൽ നമുക്ക് 25 ലക്ഷം രൂപയിലേക്കും വരുന്നത് 40 ലക്ഷം രൂപ എത്തുമെന്ന് പറഞ്ഞെടുത്ത് 45 ലക്ഷം രൂപ കഴിഞ്ഞും പോവുകയാണ്. ഇന്ന് ശനിയാഴ്ച സിനിമ നേടാൻ പോകുന്നത് തീർച്ചയായും 50 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും. അതായത് 2 ദിവസം കൊണ്ട് തന്നെ 1 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തുമെന്നുള്ളതാണ്. ന്യൂ റിലീസുകളെയും ഒക്കെ പിന്നോട്ട് മാറ്റിക്കൊണ്ട് ഈ സിനിമ ട്രെൻഡടിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഓരോ നിമിഷത്തിലും ആളുകൾ അങ്ങ് തലകുത്തി ആർമാദിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ ഏത് തിയേറ്ററിൽ പോയാലും കാണാൻ കഴിയുന്നത്. അതെ, ആദ്യമൊക്കെ ഫാൻസുകളാണ് കയറിയിരുന്നെങ്കിൽ ഇന്ന് സാധാരണ ആളുകളും കയറുകയാണ്. കാരണം അത്രത്തോളം രസകരമായിട്ടുള്ള ഒരു സിനിമയാണ്. ആ ഒരു കാലഘട്ടത്തിൽ പക്ഷേ പലരും തിയേറ്ററിൽ പോയി പോലും കാണാത്ത സിനിമയായിരിക്കാം. പക്ഷേ നമ്മൾ ടി വിയിലൂടെയും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രാവശ്യം കണ്ട ഈ സിനിമ എത്രത്തോളം ഗംഭീരമാണ് എന്നറിയാം. പ്രത്യേകിച്ച് സിദ്ദിഖ്, ജഗതി, അതേപോലെ മണിക്കുട്ടൻ, ഇന്ദ്രജിത്ത്, മോഹൻലാൽ, അതേപോലെ രാജൻ പി ദേവ് തുടങ്ങിയ ഓരോ ആൾക്കാരുടെയും അല്ലെങ്കിൽ ഓരോ നടന്മാരുടെയും അഭിനയം ഒരു രക്ഷയുമില്ലാതെ, അതായത് ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. സെൻറ്റിമെൻറ്റ്സിന് സെൻറ്റിമെൻറ്റ്സ്, കോമഡിക്ക് കോമഡി, അങ്ങനെ തുടങ്ങി എല്ലാ സംഭവങ്ങൾക്കും എല്ലാം കൊണ്ടും പൂർണ്ണത ഉള്ള ഒരു ചിത്രമെന്ന് തന്നെ പറയാം. എല്ലാം അതിൻ്റെ രീതിയിൽ ചേർത്ത് കൊണ്ടുള്ള ഒരു ചിത്രം. അതെ, അതിഗംഭീരമായിട്ടുള്ള വിജയമായി കുതിച്ചു പായുകയാണ്. അതായത് ഫൈനൽ ഈ സിനിമ എത്ര നേടും എന്നുള്ളത് നിങ്ങൾക്കൊന്ന് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. എന്താണേലും ദേവദൂതനെ വെട്ടിക്കുമോ, അതിൻ്റെ മുകളിലേക്ക് പോകുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. എന്താണ്, തലയുടെ വിളയാട്ടം കാണാൻ തിയേറ്ററിൽ പോകാത്തവരാണെങ്കിൽ തീർച്ചയായും ഇന്ന് പോയി കാണാം. അതൊരു ഒന്നൊന്നര സംഭവം തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമല്ല, നിങ്ങൾ വർഷങ്ങളായി കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. എന്താണേലും ഒരു കാര്യം ഉറപ്പിക്കാം, തുടരുമെന്ന വിജയത്തിന് ശേഷം വീണ്ടും തുടരുകയാണ് മോഹൻലാലിൻ്റെ വിജയ പരമ്പര എന്ന് തന്നെ പറയാം. കാത്തിരിക്കുന്നു. നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങളുമൊക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽസന.